നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അർജന്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ഫുട്ബോൾ പ്രേമികൾ. പക്ഷേ പല താരങ്ങളുടെയും പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കോച്ചിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ലയണൽ മെസ്സിക്ക് പരിക്ക് പറ്റി, അതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടല്ലോ. ആ വിഷയത്തിൽ കോച്ച് ലയണൽ സ്കലോനി പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ആ ഒരു മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്റർ മയാമിയുടെ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടണം എന്നങ്ങോട്ട് ആവശ്യപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരല്പം ആശങ്കയുണ്ടാക്കി. എന്നാൽ പുറത്തേക്ക് വന്ന ഫസ്റ്റ് ന്യൂസ് അത്ര മോശമായിരുന്നില്ല. ഒബ്വിയസ്ലി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പൂർണ്ണ ഫിറ്റായി വേൾഡ് കപ്പിന് വരണമല്ലോ. സോ ഞങ്ങൾ ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇവോൾവ് ചെയ്യുക എന്നുള്ളത് വെയിറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായിട്ടുള്ള ടെസ്റ്റ് എന്തു പറയും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് എന്നാണ് ലയണൽ സ്കലോനി പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇന്റർ മയാമിയുടെ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ, റിക്കവറി ടൈം എത്ര എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോഗ്രസ് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് സ്കലോനിയും പറഞ്ഞത്. ചെറിയ ഒരു ആശങ്കയ്ക്ക് വകയുണ്ട്, എന്നാൽ പോലും അദ്ദേഹം ഓക്കെയാണ് എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. അതേസമയം മെസ്സിയുടെ പരിക്കല്ല വലിയ പ്രശ്നം. പല പൊസിഷനുകളിലെ താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ്. പ്രത്യേകിച്ച് വിങ് ബാക്കുമാർ പരിക്കിൻ്റെ പിടിയിലാണ്. ചിലർ റൂൾഡ് ഔട്ട് ആയേക്കും എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ വേണ്ടി അർജന്റീന പോകുമ്പോൾ, ഐസ്ലൻഡിനെതിരെയും ഹോണ്ട്രാസിനെതിരെയുമുള്ള ഫ്രണ്ട്ലി മത്സരത്തിന് പോകുമ്പോൾ നോർമലി സ്ക്വാഡിൽ ഉണ്ടാവുന്ന താരങ്ങളെക്കാൾ കൂടുതൽ താരങ്ങളെയും കൊണ്ട് പോകാനാണ് കോച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കപ്പാൽഡോ ഒരു പക്ഷേ വേൾഡ് കപ്പ് സ്ക്വാഡിൽ തന്നെ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കപ്പാൽഡോ, അരാൻഡ, ഫ്രൈറ്റസ്, സാന്റിയാഗോ ബെൽട്രാൻ തുടങ്ങിയ താരങ്ങളെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താൻ കോച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ വീണ്ടും മറ്റു ചില താരങ്ങൾ കൂടി, അതായത് ഇഗ്നേസിയോ ഒവാൻഡോ, പിന്നെ സിമോൺ എസ്കോബാർ എന്നിവരും ഈ ഒരു സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ കാസ്നഡൂവിൽ കൺഫേം ചെയ്ത കാര്യം അഗസ്റ്റിൻ ഗിയെ, അദ്ദേഹം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സ്ക്വാഡ് ഫൈനലൈസ് ചെയ്യാൻ ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സ്കലോനി ഒരൽപ്പം പാടുപെടുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.